ഏവർക്കും സ്വാഗതം. ഇന്ന് യേശു നടത്തിയ ഒരു പ്രസ്താവന, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അറിയുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഉദ്യമത്തിൽ കൂടെ എനിക്ക് പ്രത്യേകമായി ക്രിസ്ത്യാനികളോടും അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആന്തരികമായ സ്വാതന്ത്ര്യം അവകാശമായിരിക്കുന്ന ധന്യമായ അവസ്ഥ പ്രാപിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളോടും പറയാനുള്ളത്, മതപരമായ സാഹചര്യത്തിൽ നാം പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആജീവനാന്തം സാഹിത്യം കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം അനുഭവത്തിൽ നിന്ന് ഏവരെയും അറിയിക്കാൻ സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, നാം ഒരു പുസ്തകം വായിക്കുമ്പോൾ ആദ്യം അതിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന ആശയം മാത്രമല്ല അതിൻ്റെ ഉള്ളടക്കം. ആദ്യത്തെ വായനയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത വലിയ വിലയേറിയ ആശയ സമ്പത്ത് ആ പുസ്തകത്തിൽ കാണും. അപ്പോൾ ഒന്ന് വായിച്ചത് കൊണ്ട് നമുക്ക് ആ പുസ്തകത്തോട് ഉപരിപ്ലവമായ പരിചയം പ്രാപിപ്പാൻ കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ ആ പുസ്തകത്തെ അതിൻ്റെ ആശയത്തിൻ്റെ വ്യാപ്തിയിൽ നമുക്ക് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംശയമാണ്. അത് ആത്മീയമായ സാഹിത്യം, സ്പിരിച്വൽ ലിറ്ററേച്ചറിൽ വരുമ്പോൾ അതിൻ്റെ പ്രസക്തി വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഞാൻ കുറഞ്ഞത് 60 വർഷമെങ്കിലും വേദപുസ്തകത്തോട് മല്ലിട്ടിട്ടുണ്ട്. എന്നാൽ ഒരേ ഭാഗം, പ്രത്യേകിച്ച് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് കാലാന്തരങ്ങളിൽ വായിക്കുമ്പോൾ അതിൽ നിന്ന് ദൃശ്യമായി വരുന്ന, വെളിപ്പെട്ട് വരുന്ന ആശയങ്ങൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സംഭവം, ഒരേ പ്രസ്താവന, ഒരേ സാഹചര്യം, അത് വീണ്ടും വായിക്കുമ്പോൾ അതിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പണ്ട് അറിഞ്ഞതിൽ നിന്ന് വളരെ വളരെ അതീതമായിട്ടാണ്. ഫാർ ബിയോണ്ട് വാട്ട് ഐ ഹാഡ് നോൺ ബിഫോർ. ഇതൊരു പ്രത്യേകതയുള്ള കാര്യം. ഇത് എന്തുകൊണ്ട് വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ദൈവം തന്ന തലച്ചോറ്, ചിന്തിക്കാനുള്ള കഴിവ് വിലമതിക്കുന്ന ആളുകൾ തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ, മതപരമായ കാര്യത്തിൽ വരുമ്പോൾ നാം മറ്റാരോ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് അതിനപ്പുറത്തൊന്നുമില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന വിധത്തിലാണ് പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ആത്മീയമായ പാപ്പരത്വത്തിൻ്റെ മൂല കാരണമാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന നിലയിലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഞാൻ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ആശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ യേശു വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം, യേശുവിൻ്റെ വിചാരണ നടക്കുകയാണ്. അത് പൊന്തിയോസ് പീലാത്തോസിൻ്റെ ആഭിമുഖ്യത്തിലാണ്. പീലാത്തോസിനെ സംബന്ധിച്ചിടത്തോളം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആകപ്പാടെ അറിയേണ്ടത്, നീ യഹൂദന്മാരുടെ രാജാവാണോ? അങ്ങനെ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ അത് റോമൻ സാമ്രാജ്യത്തിന് തലവേദന വരുത്തുന്ന കാര്യമാണ്. ആ സംഭാഷണത്തിന്റെ മധ്യത്തിൽ യേശു പറയുന്നൊരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ രാജാവാണോ എന്ന് പൊന്തിയോസ് പീലാത്തോസ് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ രാജാവാണ്, പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ഒരു കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞത് 60 വർഷം എൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ത് എന്നറിയുവാൻ ഒരു മോഹം, ഒരു താല്പര്യം, ഒരു ദാഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നതും സത്യമാണ്. അങ്ങനെ ഈ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ ദാഹങ്ങൾ ശമിക്കത്തക്കവണ്ണം
അന്വേഷിച്ചു വരുമ്പോൾ നാം അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ, തിരിച്ചറിവുകൾ പ്രാപിപ്പാനിടയാകും. അപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തുലനം ചെയ്തുകൊണ്ടാണല്ലോ തീർച്ചയായും അപ്രകാരം ഒരു പ്രസ്താവന നടത്തുന്നത്. പൊന്തിയോസ് പീലാത്തോസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യം ഐഹികമാണ്. അത് ഈ ലോകത്തിൽ മാത്രം പ്രസക്തമാണ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി മാറിക്കഴിയുമ്പോൾ അതിന് ഒരു മുട്ടുസൂചിയുടെ വില ഉണ്ടാകുകയില്ല. ഇപ്പോൾ അത് വലിയ ഊതി വീർപ്പിച്ച് റോമൻ ചക്രവർത്തി തുമ്മിയാൽ ലോകത്തിന് മുഴുവനും പനി വരും എന്ന വിധത്തിൽ നിൽക്കുമ്പോൾ, നീ അതിൻ്റെ അധികാരത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ അത് വലിയ സംഭവമാണ് എന്ന് തോന്നും. പക്ഷേ ഇത് വെറും പുകയാണ്. ഇതിൽ യാഥാർത്ഥ്യം ഒന്നുമില്ല, നിലനിൽക്കുന്ന ഒന്നുമേ ഇല്ല. എന്നാൽ നിലനിൽക്കുന്നൊരു സാമ്രാജ്യമുണ്ട്, ഐഹികമല്ലാത്തൊരു സാമ്രാജ്യമുണ്ട്. ഞാൻ അതിൻ്റെ ചക്രവർത്തിയാണ് എന്നാണ് യേശു പറയുന്നത്. എന്താണ് ഈ ഐഹികമല്ലാത്ത സാമ്രാജ്യം? അതിൻ്റെ പേരാണ് ദൈവരാജ്യം എന്ന്. യേശുവിൻ്റെ ദൈവരാജ്യ സങ്കല്പം. ഈ ലോകത്തിൽ മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ടും വലിയ വലിയ അധ്വാനമൊക്കെ നടത്തി മിടുക്ക് കാണിച്ച് സൃഷ്ടിച്ചു വെക്കുന്ന സംവിധാനങ്ങൾ, അവയൊക്കെയും കാലത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്. അവ ഇന്ന് തഴച്ചു വളരും, നാളെ ഉണ്ടാകുകയില്ല. കാരണം മനുഷ്യത്വത്തിൻ്റെ സനാതനമായ മർമ്മങ്ങളോട് ബന്ധമില്ലാതാണ് ഇപ്രകാരമുള്ള വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കോട്ടകൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അവയൊക്കെയും ബാബേൽ ഗോപുരങ്ങളാണ്. മനുഷ്യൻ അവൻ്റെ താല്പര്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നതെല്ലാം ബാബേൽ ഗോപുരങ്ങളാണ് എന്ന തിരിച്ചറിവ് യേശുവിനുണ്ടായിരുന്നു എന്നത് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഐഹികമല്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ ആ മർമ്മത്തിൻ്റെ വെളിച്ചത്തിലാണ്, അതിന് അനുരൂപരം ആയിട്ടാണ് ലോകത്തിലെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. എന്താണ് ഈ ലോക മർമ്മം? നമുക്കറിയാം, റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മർമ്മത്തിന് അനുരൂപരാകരുത്. ഡു നോട്ട് കൺഫോം ടു ദ പ്രിൻസിപ്പിൾ ഓർ ദ പാറ്റേൺ ഓഫ് ദ വേൾഡ് എന്നവിടെ പറയുന്നുണ്ട്. അതേ മർമ്മം ഇവിടെ നാം ഓർക്കേണ്ടതാണ്. എന്താണ് ലോകത്തിൻ്റെ മർമ്മം? എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ, പ്രയോറിറ്റി, എൻ്റെ കാര്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കണം, നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത് വ്യക്തിപരമായി ചിന്തിച്ചാലും സഭാപരമായി ചിന്തിച്ചാലും സമൂഹങ്ങളും രാഷ്ട്രങ്ങളുമായി ചിന്തിച്ചാലും ഇതേ താല്പര്യം മാത്രമാണ് എന്നത് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം നടക്കണം. ലോകം പോയി കുഴിയിൽ വീണാലും സാരമില്ല, ലോകത്തിന് തീ പിടിച്ചാലും സാരമില്ല, അമേരിക്കയുടെ കാര്യം നടക്കണം, അമേരിക്കയുടെ ലാഭം, അതിനുവേണ്ടി ലോകം മുഴുവനും വണങ്ങിക്കൊടുക്കണം. അത് വലിയ ക്രിസ്തീയമായ ലക്ഷ്യമാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ മൗഢ്യം കണ്ട്, വിഡ്ഢിത്തരം കണ്ടും കൂടെയാണ് ഞാൻ ഈ ചിന്ത നിങ്ങളുമായി പങ്കെടുത്തത്. യാതൊരു വിധത്തിലും ക്രിസ്തുവിൻ്റെ ആശയങ്ങളോടും കാഴ്ചപ്പാടിനോടും പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ക്രിസ്ത്യാനികൾ ഏതാണ്ട് ലേബൽ ഒട്ടിച്ചുകൊണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു ലേബൽ മാത്രമാണ് എന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ സങ്കടകരമാണ്. അപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിസ്തീയമായ ആശയമാകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യം മതി. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വയത്തെ ത്യജിക്കുക, അത് വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കും ഒന്നുപോലെ അന്വർത്ഥമാണ്, ആപ്ലിക്കബിൾ ആണ്. ഞാൻ എന്നെ തന്നെ ത്യജിക്കുന്നത് പോലെ എൻ്റെ രാജ്യവും അതിനെ തന്നെ ത്യജിക്കണം. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യങ്ങളെ അതിജീവിച്ച് അതിൽ നിന്ന് വളരെ വളരെ ഉന്നതമായി സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ ലക്ഷ്യങ്ങളെ കൂടെ മാനിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. അതാണ്
ആത്മീയമായ ലക്ഷ്യം. രണ്ടും തുലവും വ്യത്യസ്തമായ സമീപനങ്ങളെ യേശു ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, എനിക്ക് എൻ്റെ കാര്യം. മറ്റേത്, എനിക്ക് ഈ ലോകത്തെ പറ്റിയുള്ള ഉന്നതമായ ദൈവികമായ ലക്ഷ്യം, അത് പൂർത്തീകരിക്കത്തക്കവണ്ണം എൻ്റെ തോതിൽ എനിക്ക് ആകുന്നത് പോലെ എനിക്ക് ലഭിക്കുന്ന കൃപകൾക്കും വരങ്ങൾക്കും അനുയോജ്യമായ വിധത്തിൽ അധ്വാനിക്കുവാൻ എനിക്ക് കടമയുണ്ട്. അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ സ്വന്തം ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം വളരെ വളരെ സരളമാണ്. ഇതിൽ തലച്ചോറ് പുകേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് വളരെ നിരാശാജനകമാണ്. രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നിൽ എൻ്റെ ഇഷ്ടം നടക്കണം, അല്ലെങ്കിൽ ദൈവ ഇഷ്ടം നടക്കണം. പക്ഷെ മതം നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ ഇഷ്ടമാണ് ദൈവ ഇഷ്ടം. നീ ക്രിസ്ത്യാനിയാണോ, നിന്റെ ഇഷ്ടമാണ് ദൈവ ഇഷ്ടം. ഇതാണ് ലോകത്തിലേക്കും ഏറ്റവും പൈശാചികമായ ധാരണ. മതം ആത്മീയമായി വെളിച്ചം ഉൾക്കൊള്ളുമ്പോൾ അത് ആദ്യമായി ശ്രമിക്കുന്നത്, ഏറ്റവും പ്രാബല്യം കൊടുത്ത് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് ശ്രമിക്കുന്നത്, ജനങ്ങളെ, വ്യക്തികളെ അവരുടെ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ നിന്നും പരിമിതമായ ലക്ഷ്യങ്ങളിൽ നിന്നും വിടുവിച്ച് അത്യുന്നതമായ താല്പര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പാക്കാനുള്ള ഉപകരണങ്ങളായി അവർ വളരത്തക്കവണ്ണം അവരെ പരിശീലിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ അപ്രകാരം പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു എന്ന് നമുക്ക് 4 സുവിശേഷങ്ങളിൽ കൂടെ വളരെ വ്യക്തമാണ്. അതേ ദൗത്യമാണ് യേശു സഭകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഇന്ന് വരെ ഒരു സഭയും തിരിച്ചറിയാതെ എന്ത് നിങ്ങൾ ആകരുത്, എന്ത് നിങ്ങൾ ചെയ്യരുത് എന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം ചെയ്തുകൊണ്ട് സഭകൾ ഞങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ആവിഷ്കാരങ്ങൾ എന്ന അല്പം പോലും സത്യം തൊട്ട് തെറ്റിച്ചിട്ടില്ലാതെ തങ്ങൾ പറയുന്നത് എന്താണെന്നും അതിൻ്റെ വിഡ്ഢിത്തരം എന്താണെന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ സഭകൾ ഇപ്രകാരം നിലകൊള്ളുന്നത് കൊണ്ടാണ് ദൈവനാമത്തെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കത്തക്കവണ്ണം സഭകൾ, വിശ്വാസികൾ പ്രവർത്തിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാം. അത് വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായ ആത്മീയമായ ദർശനത്തോടുകൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ. അവിടെ പിൽഗ്രിം ഫാദേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് മതപരമായ പീഡനം കൊണ്ട് അവിടെ നിന്ന് പോയി അമേരിക്കൻ ഐക്യനാടുകൾ കുടിയേറി പാർത്ത ആളുകൾ, അവർക്ക് വ്യക്തമായ ഒരു ആത്മീയമായ ലക്ഷ്യമുണ്ട്. ഉണ്ടായിരുന്നു. എന്താണ്? അമേരിക്ക എന്നത് മലമേൽ സ്ഥാപിച്ച പട്ടണം പോലെ ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുവാനായി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആത്മീയ ഉപകരണമായി വളരണം. അമേരിക്ക ഷുഡ് ബി ലൈക്ക് എ സിറ്റി സെറ്റ് ഓൺ എ ഹിൽ ടു ഗിവ് ലൈറ്റ് അണ്ടർ ദ നേഷൻസ്. ഇതായിരുന്നു പിൽഗ്രിം പിതാക്കന്മാരുടെ, പരദേശി പിതാക്കന്മാരുടെ കാഴ്ചപ്പാട് എന്നത് നമുക്കറിയാം. പക്ഷെ അമേരിക്കക്കാർ മറന്നുപോയി. അതിനു പകരം അമേരിക്കക്കാരുടെ ഇപ്പോഴത്തെ മതം എന്താണ്? അമേരിക്ക ഫസ്റ്റ്. അതായത് സ്വയത്തെ ഊതി ഉറപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം, അതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനെ സ്വയത്തെ ഊതി ഉറപ്പിക്കുമ്പോൾ അതിന് കാറ്റൂതി തരുന്ന ജോലിയാണ് ക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിന് അല്ലെ പരിശുദ്ധാത്മാവിന് എന്ന് വിശ്വസിക്കുന്ന ആത്മീയമായ മൗഢ്യത്തിന്റെ അവകാശികളാണ് അമേരിക്കൻ ക്രിസ്ത്യാനികൾ എന്ന്. എല്ലാവരും അങ്ങനെയല്ല എങ്കിലും ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ഫാർ റൈറ്റ് ക്രിസ്ത്യാനിറ്റി, ഫണ്ടമെന്റലിസ്റ്റ് ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ മാത്രമാണ് ചിന്തിക്കുന്നത്. അത് ഏറ്റുപാടുന്ന സ്തുതിപാടുകരും കേരളത്തിലും ഭാരതത്തിലെമ്പാടുമുണ്ട് എന്നോർക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയാണ്. ഇത്രമാത്രം ആത്മീയമായ ബോധരാഹിത്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ യേശു പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. മറ്റെല്ലാ രാജ്യങ്ങളും പിലാത്തോസിനോട് പറയുന്നു, നീ പ്രതിനിധാനം ചെയ്യുന്ന റോമൻ സാമ്രാജ്യമല്ലേ, അത് ഐഹികമാണ്. ഈ ഐഹികമായത് മുഴുവനും പട്ടുപോകും, അതിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ രാജ്യമോ അങ്ങനെയല്ല. എന്താണ് റോമൻ സാമ്രാജ്യവും യേശുവിൻ്റെ രാജ്യവും തമ്മിൽ, ദൈവത്തിൻ്റെ രാജ്യവും തമ്മിൽ വ്യത്യാസം എന്താണ്?
റോമൻ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തിൽ മാത്രം ആശ്രയിച്ച. എന്താണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ശക്തമായ വൈകല്യം? എനിക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ മറ്റുള്ളവൻ്റെ മുതലും കൂടെ എനിക്ക് കിട്ടണം. അത് സാധിക്കണമെങ്കിൽ അവരെ അടിമയാക്കണം. അപ്പോൾ ലോകത്തിലുള്ള എല്ലാം എൻ്റേതായാൽ പിന്നെ എനിക്ക് സന്തോഷമായി സമാധാനമായി സുഭിക്ഷമായി ജീവിക്കാം എന്ന പൈശാചികമായ ധാരണയാണ് ഈ സാമ്രാജ്യ വിസ്താരത്തിൽ, എംപയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നതിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ ഐക്യനാടുകളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഐക്യനാടുകൾ അത്രയും ഇല്ല എങ്കിൽ പോലും ഈ ഒരു പൈശാചികമായ മർമ്മത്തിലാണ് അവരുടെ വലിയ വലിയ സമ്പത്തുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം. യൂറോപ്പിലെ രാജ്യങ്ങൾ ക്രിസ്തീയമാണ്, അമേരിക്ക ഐക്യനാട് ക്രിസ്തീയമെന്ന് പറയുമ്പോൾ അവിടെ പ്രവൃത്തിയിൽ ക്രിസ്തുമതത്തിൻ്റെയോ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മീയ ദർശനത്തിൻ്റെയോ കണിക പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നത് തിരിച്ചറിയുക. യേശുക്രിസ്തുവിന് ഇതുമായി എന്താണ് ബന്ധം? യേശുക്രിസ്തുവിൻ്റെ ഇപ്പോഴത്തെ ഉത്തരാവകാശി ട്രംപ് എന്ന് പറയണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മുഴുവൻ ഭ്രാന്തായിരിക്കണം. അങ്ങനെ ഒരു ഭ്രാന്ത് ലോകത്തെമ്പാടും പടർന്നു പിടിക്കുന്നത് കൊണ്ടാണ് ചിന്തകൾ ഞാൻ ഏവരുമായി പങ്കിടുന്നത്. ദയവായി നിങ്ങൾ ഇതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാൻ അല്പം സമയം കണ്ടെത്തണം, ചിന്തിക്കണം. വസ്തുതാപരമായി ചിന്തിക്കുവാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. പ്രത്യേകിച്ച് ഈ വാട്ടവും കോട്ടവും ഉള്ള തലമുറയുടെ പശ്ചാത്തലത്തിൽ നിഴലിൽ വസിക്കുന്ന ഏവർക്കും വളരെ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ എപ്രകാരം സ്വയത്തെ ത്യജിച്ചാൽ മാത്രമേ ഉന്നതമായി ചിന്തിക്കുകയും ദൈവികമായ ലക്ഷ്യത്തെ ലാക്കാക്കി മുൻപോട്ട് പോവുകയും ചെയ്തിട്ട് അവരുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ, അതേ മർമ്മം രാജ്യങ്ങൾക്കും അർത്ഥവത്താണ്. അപ്പം അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ രാജ്യമാണ് എങ്കിൽ അത് ചെയ്യേണ്ടത് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നതല്ല. അമേരിക്കയും ഈ ലോകം മുഴുവനും ഒന്നുപോലെയാണ്. ഇത് സൃഷ്ടിച്ചത് ഒരേ ഒരു ദൈവമാണ്. അമേരിക്ക ദൈവം സൃഷ്ടിച്ചതും ബാക്കിയെല്ലാം സാത്താൻ സൃഷ്ടിച്ചതുമാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യാനി എത്രമാത്രം മൊണ്ണയായിപ്പോയി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പൊ ട്രംപ് പറയുകയാണ് ഇറാൻ മുഴുവനും പൈശാചികമാണ്. ഇറാനിൽ പൈശാചികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൻ ശക്തികളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ പൈശാചികമായി സ്വാർത്ഥതയുടെ ഉച്ചകോടിയിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഏത് അക്രമം നടത്തിയാലും എനിക്ക് വലിയ കോടികൾ സമ്പാദിക്കണമെന്ന് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ക്രിസ്തീയ നാമധാരികളായ അനേകം ആളുകൾ അമേരിക്കയിലുണ്ട്. അപ്പൊ എൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അമേരിക്കയാണോ ഇറാനാണോ ദൈവത്തിന് പ്രിയം ചോദിച്ചാൽ രണ്ടുമല്ല. ഇത് രണ്ടും തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന പൈശാചികമായ മർമ്മത്തിന് അടിമകളായി പോയാൽ അതുകൊണ്ട് അവിടെ വസിക്കുന്ന ആളുകൾ വളരെയധികം നഷ്ടവും കഷ്ടവും അനുഭവിക്കേണ്ട ഗതികേടിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വ്യവസ്ഥിതികളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അമേരിക്കയിലെ ആളുകൾ ഇറാനിലുള്ള ആളുകളെ പോലെ കഷ്ടം സഹിക്കുന്നില്ല എങ്കിലും അവർ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് അവർ മറുപടി പറഞ്ഞാൽ മതിയാകുകയുള്ളൂ. അവരും അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും ഇതിന് മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം പക്ഷാഭേദം കാണിക്കാത്ത ദൈവമാണെങ്കിൽ ആ ദൈവം സർവ്വസൃഷ്ടിയെയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം സത്യത്തെയും നീതിയെയും കരുണയെയും മാനിക്കുന്ന ദൈവമാണെങ്കിൽ മനുഷ്യൻ പറയുന്ന ഈ ചേരിതിരിവുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില ആളുകളെ കൈക്കൊള്ളുകയും മറ്റുള്ളവരെ കൈവിടുകയും ചെയ്യുന്ന ചില ആളുകളുടെ താല്പര്യങ്ങൾ ഊതിവർപ്പിക്കുകയും മറ്റുള്ളവരെ ചവിട്ടിമതിക്കുകയും ചെയ്യുന്ന ദൈവമാകാൻ സാധ്യമല്ല. അപ്രകാരമുള്ള ചിന്ത തന്നെ പൈശാചികമാണ് എന്നത് വ്യക്തമായി എനിക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് സാധാരണ ക്രിസ്ത്യാനികൾ ഇപ്പോൾ അവലംബിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിതനായിത്തീർന്നത്. അപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. യേശു വിഭാവന ചെയ്ത രാജ്യം, അതിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പാക്കപ്പെടണം. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയവും. Fulfilling my father's will is my food and drink. അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ ഓരോ വ്യക്തിയും
അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ ലക്ഷ്യങ്ങൾ, അവൻ്റെ നേട്ടങ്ങൾ എന്നതിന് ഉപരിയായി ദൈവികമായ ലക്ഷ്യം എന്താണ്? അതായത് സർവ്വജാതിയെയും ഒന്നുപോലെ കാണുകയും സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഈ ഒരു സാഹചര്യത്തിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന് ചിന്തിച്ച് അപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവഹിതവുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന ആത്മാവിലും സത്യത്തിലും അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. നാം ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? എൻ്റെ താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ തോക്കണം, ഇന്ത്യ ജയിക്കണം. അങ്ങനെ ദേശഭക്തി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ദേശഭക്തി ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എന്തായിത്തീരും? അതുപോലെ ഞാൻ അമേരിക്കക്കാരനാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക ജയിക്കണം, ഇറാൻ തൊപ്പിയിടണം. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അമേരിക്ക എന്താണ്, ഇറാൻ എന്താണെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളില്ലാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സാമ്രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ഐഹികമാണ്. അത് ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളെ ആശ്രയിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ഈ ലോകത്തിൻ്റെ മർമ്മമോ എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ രാജ്യത്തിന് ഏറ്റവും വലിയ നേട്ടമുണ്ടാകണം. അതിനുവേണ്ടി ഏതെല്ലാം കഷ്ടം സഹിക്കേണ്ടി വന്നാലും, എത്ര ആയിരങ്ങൾ ചത്തുപോയാലും, എത്ര കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടാലും, എത്ര സ്ത്രീകൾ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന നിരാലംബരായാലും ഒന്നും എനിക്ക് ഒരു കാര്യമല്ല. എനിക്ക് ഏറ്റവും വലിയ കേക്ക് തിന്നണം എന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിയാത്തവൻ എങ്ങനെ ക്രിസ്ത്യാനിയായി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ എൻ്റെ രാജ്യം ക്രിസ്തീയമാകണമെങ്കിൽ എന്ത് വേണം? എൻ്റെ രാജ്യത്തിന് സ്വന്തം കാര്യം നോക്കുന്നതിൽ കടമയുണ്ട് എന്നറിയുന്നത് പോലെ തന്നെ നാം എല്ലാവരും ഈ ഭൂമിയുടെ പരപ്പിൽ ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് എന്നതുകൊണ്ട് മറ്റാരുടെയും നഷ്ടം എൻ്റെ ലാഭമാകുമെന്ന് ചിന്തിക്കുവാൻ എനിക്ക് അവകാശമില്ല എന്ന് മാത്രമല്ല, എൻ്റെ ക്ഷേമം വർദ്ധിക്കുന്നത് പോലെ തന്നെ അന്യൻ്റെയും ക്ഷേമം വർദ്ധിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ള കൈത്താങ്ങൾ നൽകുവാൻ ഞാൻ ആക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവിൽ മനുഷ്യൻ എപ്പോൾ പ്രവർത്തിക്കുന്നുവോ അവിടെയൊക്കെ ദൈവരാജ്യം യാഥാർത്ഥ്യമാണ്. അത് ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥയിൽ വന്നാൽ എങ്ങനെയായിത്തീരും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ചിന്തകനെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ കൂടെ കഴിഞ്ഞ 4-5 വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സാഹചര്യം അനുവദിക്കുന്നതിന് അനുസരിച്ച് ഓരോരോ വലിയ എനിക്ക് വളരെ താല്പര്യമുള്ള ചിന്തകരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. പലർക്കും ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പരിചയമുണ്ടായിരിക്കുമെങ്കിലും അങ്ങനെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് അനുഗ്രഹമായി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ പരിമിതമായി മാത്രം ആർക്കും ഭാരം വർദ്ധിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഞാൻ ഓരോരോ ചിന്തകരെ, എഴുത്തുകാരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, ഒരു ദുഷിച്ച സ്വഭാവം എനിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ തരുണത്തിൽ ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന, വളരെയധികം വിലമതിക്കുന്ന ഒരു ചിന്തകനാണ് ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന ഏർണസ്റ്റ് റെനോൺ എന്ന് പറയും. ERNEST റെനോൺ, RENAN. അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ റെനോൺ ആയി പോകുന്നത് ഫ്രഞ്ച്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ക്രിസ്ത്യാനിറ്റി ആൻഡ് റോം എന്നൊരു പുസ്തകമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ്, റോം ആൻഡ് ക്രിസ്ത്യാനിറ്റി. അതായത് ക്രിസ്തു മതത്തിൻ്റെ രൂപീകരണത്തിൽ, സഭയുടെ രൂപീകരണത്തിൽ റോമൻ സാമ്രാജ്യം നൽകിയ, റോമൻ സംസ്കാരവും സാമ്രാജ്യവും നൽകിയ സംഭാവനകൾ എന്താണ്? അത് നാം വാസ്തവത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ദയവായി സമയം കണ്ടെത്തി നെറ്റിൽ നിന്ന് ഈ പുസ്തകം അതിൻ്റെ ഡിജിറ്റൽ രൂപത്തിൽ ₹1 പോലും കൊടുക്കാതെ അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ഞാൻ അങ്ങനെയാണ് ഇത് വായിക്കുന്നത്. ഈ അനേക പുസ്തകങ്ങൾ ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത്. കാരണം പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ വായിക്കാനുള്ള സാമ്പത്തികമായ ശേഷി എനിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമായ ഡിജിറ്റൽ ബുക്സ് യാതൊരു ചിലവുമില്ലാതെ എടുത്ത് വായിക്കാനുള്ള ഒരു ആനുകൂല്യം ഇപ്പോഴുണ്ട് എന്നത് ഞാൻ അധികമായി സന്തോഷിക്കുന്നു. എൻ്റെ മനസ്സ് നന്ദി കൊണ്ട് നിറയുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ ഒരേ ഒരു വാചകം ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ. അദ്ദേഹം പറയുന്നത്,
ഈ പ്രകാരമാണ്, ശ്രദ്ധിക്കുക. എവറി കൺട്രി വിച്ച് ഡ്രീംസ് ഓഫ് എ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം സ്വപ്നം കാണുന്ന എല്ലാ രാജ്യങ്ങളും. സോ എവറി കൺട്രി വിച്ച് ഡ്രീംസ് ഓഫ് എ കിങ്ഡം ഓഫ് ഗാഡ് വിച്ച് ലിവ്സ് ഫോർ ജനറൽ ഐഡിയാസ്. ജനറൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രമല്ല, ജനറൽ, പൊതുവായ, എല്ലാവർക്കും വേണ്ടി, ജനറൽ ഐഡിയാസ്. വിച്ച് പെർസ്യൂസ് എ വർക്ക് ഓഫ് യൂണിവേഴ്സൽ ഇൻട്രസ്റ്റ്. മനുഷ്യജാതിക്ക് ആകമാനം നന്മ വരത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ ലക്ഷ്യം ലാക്കാക്കി അധ്വാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കഴിയുന്ന രാജ്യങ്ങൾ, അവരുടെ അവസ്ഥ എന്താകും? They sacrifice, or every country sacrifices through the same its individual destiny. സ്വന്തമായ ഭാവിയിലേക്ക് ഇങ്ങനെ ആയിത്തീരണം, അങ്ങനെ ആയിത്തീരണം, എനിക്ക് ലോകത്തിലെ വൻകിട ശക്തിയായിത്തീരണം, ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക സൂപ്പർ പവർ ആകണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചാൽ മാത്രമേ സർവ്വലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി വിശാലമായി ചിന്തിക്കുവാനും സ്വാർത്ഥരഹിതമായി പ്രവർത്തിക്കുവാനും സേവനം ചെയ്യുവാനും സാധ്യമാകുകയുള്ളൂ എന്നാണ് ഈ ഫ്രഞ്ച് ചിന്തകനായ, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പുസ്തകം ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അത് നിങ്ങൾ ദയവായി വായിക്കണം. ഞാൻ അതിൽ നിന്നല്ല ഇവിടെ ഉച്ചരിക്കുന്നത്, റോം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തിന് അതിന് ദൈവരാജ്യവുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു പൊരുത്തമുണ്ടാകണം, താല്പര്യമുണ്ടായെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ രാജ്യത്തിൻ്റെ വേറിട്ട സങ്കുചിതമായ ഭാവി, ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ മാത്രമല്ല, എങ്കിലും പരിഭാഷപ്പെടുത്തി വരുമ്പോൾ അങ്ങനെ ആയി പോവുകയാണ്, എൻ്റെ പരിമിതികൾ ക്ഷമിക്കണം. അപ്പോൾ സാക്രിഫൈസസ്, ഇങ്ങനെയുള്ള താല്പര്യം കൊണ്ട് ഈ വ്യക്തിപരമായ, സ്വാർത്ഥപരമായ, സ്വയസംബന്ധമായ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വയസംബന്ധമായ താല്പര്യങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട് അതിൻ്റെ ഫലമായി വരുന്ന നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. എൻഫീബിൾസ് ആൻഡ് ഡിസ്ട്രോയ്സ് ഇറ്റ്സ് റൂൾ ആസ് എ ടെറിട്ടോറിയൽ കൺട്രി. ഇപ്പം ഞാനൊരു രാജ്യമാണ്, എനിക്ക് മസിലുണ്ട്, എനിക്ക് മിസൈലുണ്ട്, എൻ്റെ കയ്യിൽ ഹൈഡ്രജൻ ബോംബുണ്ട് എന്ന് പറഞ്ഞ് നടത്തിയിട്ടൊരു കാര്യമൊന്നുമില്ല. അമേരിക്കയുടെ നേവി ലോകത്തിലെ ഏറ്റവും വലിയ നേവിയാണ്. അമേരിക്കയുടെ ആയുധങ്ങളെ കഴിഞ്ഞ ലോകത്തിൽ ആയുധങ്ങളില്ല എന്ന് പറയുകയും ഇറാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല നമ്മുടെ പ്രശ്നം. ഈ ഒരു നിലപാട് തന്നെ യേശുവിൻ്റെ കാഴ്ചപ്പാടുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടാൻ സാധ്യമല്ല എന്ന് അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ മനസ്സിലാകുമില്ലോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് കാള പറ്റുന്ന പറയുമ്പോൾ കാറെടുത്തോണ്ട് നടക്കുന്ന ക്രിസ്ത്യാനിയുടെ സ്വഭാവം വളരെ വളരെ ലജ്ജാവഹമാണ്. ചിന്തിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല, ലൗകികമായ താല്പര്യത്തിൽ കൂടെയും ലക്ഷ്യങ്ങളിൽ കൂടെയും രീതികളിൽ കൂടെയും നിങ്ങൾ ദൈവരാജ്യത്തെ ചിന്തിക്കുകയും തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റായി അവതരിപ്പിക്കുകയും ചെയ്യരുത്. അപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും അവിടെ വാല് പിടിച്ച് നടക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികളും വളരെ അങ്ങ് 4 കാലം പറിച്ച് ചാടി. ഇനി ക്രിസ്തു മതത്തിന് ലോകത്തിൽ വലിയൊരു സ്ഥാനം കിട്ടാൻ പോകും. അന്നേ ഞാൻ പറഞ്ഞതാണ്, ഇത് വലിയ പൊട്ടത്തരമാണ്. ട്രംപിനെ കൊണ്ട് അമേരിക്കക്ക് പറയാൻ വയ്യാത്ത നഷ്ടവും നാണക്കേടും ഉണ്ടാകുമെന്നും അമേരിക്ക ട്രംപ് താൻ സമാധാന ദൂതനാണെന്ന് അവതരിപ്പിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇതിനു മുമ്പ് ഉണ്ടാകാത്ത വിധത്തിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം ഈ അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ കാര്യം നോക്കും, അതനുസരിച്ച് എല്ലാവരെയും അടിച്ചമർത്തുക എന്ന താല്പര്യം മാത്രമായിരിക്കെ എങ്ങനെയാണ് ആ കാഴ്ചപ്പാട് കൊണ്ടൊരുത്തൊരു സമാധാന ദൂതനാകുന്നത്? സമാധാന ദൂതനാകണമെങ്കിൽ സ്വയം ത്യജിക്കണമെന്ന് യേശു പറഞ്ഞിരിക്കുക. അതിനപ്പുറത്തൊരു സത്യം ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ സമാധാന ദൂതരായി സ്വയം ചരിത്രത്തിന്റെ വേദിയിൽ അവതരിക്കുമ്പോൾ അത് വെറും പൊട്ടത്തരമാണ്, വെറും ഭ്രാന്താണ്, മനുഷ്യ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. ഇതുകൊണ്ട് മനുഷ്യന് ആകമാനം അപകടവും നാണവും നഷ്ടവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം ഏറെ താമസിയാതെ ഞാനൊരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പറഞ്ഞിട്ടുള്ള, നിങ്ങൾ തിരിഞ്ഞ് നോക്കി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെങ്കിൽ അത് നിങ്ങൾ ഈ തരുണത്തിൽ കൂടുതൽ
അർത്ഥവത്താണ് എന്ന് തോന്നും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ക്രിസ്ത്യാനികൾ വ്യക്തമായി മനസ്സിലാക്കുക, നാം വസിക്കുന്നത് മനുഷ്യൻ അവൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാട് കൊണ്ടും തെറ്റായ അവൻ്റെ സ്വഭാവം കൊണ്ടും, അതായത് എനിക്ക് വേണ്ടി ലോകം മുഴുവനും അണിനിരക്കണം, എനിക്ക് ലോകത്തോട് കടപ്പാടൊന്നുമില്ല, അങ്ങനെ സ്വാർത്ഥപരമായ നിലപാട്, ലോകത്തെ മുഴുവനും വിഴുങ്ങിയാലും ദാഹം ശമിക്കാത്ത സ്വയത്തിൻ്റെ ഈ ഒരവസ്ഥ, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നമുക്ക് യേശുവിൻ്റെ അനുയായികളാകാൻ സാധ്യമല്ല. യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല, അത് ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്നതല്ല, അതിൽ സാമ്രാജ്യവാദത്തിൻ്റെ രുചി കൊണ്ടുവരുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും അവരെ സ്വന്തം താല്പര്യത്തിന് ഉതകുന്ന വിധത്തിൽ വളച്ച് ഒടിച്ച് തിരിച്ച് മറിച്ച് വെക്കുന്നത്, അത് ദൈവം ഞങ്ങൾക്ക് നൽകിയ അവകാശമാണ് എന്ന് പറയുന്നതിനേക്കാൾ പൈശാചികമായ ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്കൊരു കടമയുണ്ട്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പൊന്തിയോസ് പീലാത്തോസിനോട് പറയുമ്പോൾ അത് പീലാത്തോസിന് ഏകദേശമൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് അവനിരുന്ന കസേര അല്പം ഇളകിയതായി നമുക്ക് അവിടെ ബോധ്യപ്പെടുന്നത്. എന്നതെങ്കിലും തിരിച്ചറിയാൻ നമുക്കിടയായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ആണ്ടുതോറും വന്ന് ദുഃഖവെള്ളിയാഴ്ച യേശുവിൻ്റെ ക്രൂശിനെ പറ്റി ധ്യാനിക്കുന്ന ആരും തന്നെ ഇങ്ങനെയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്താറില്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ ചരിത്രബോധമില്ലാത്ത വചന പ്രഘോഷണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം യേശുവിനേക്കാൾ ചരിത്രബോധമുള്ളവരാരും ഞാൻ കണ്ടിട്ടില്ല. യേശുവിൻ്റെ ഓരോ വാക്യത്തിലും ചരിത്രത്തിൻ്റെ അനേക ഏടുകൾ പെട്ടെന്ന് എനിക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഏതായാലും ദയവായി മനസ്സിലാക്കുക, യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല. എന്നാൽ ക്രിസ്ത്യാനി കാണുന്ന രാജ്യം, അതായത് അവൻ്റെ സഭ, എൻ്റെ സഭയ്ക്കപ്പുറത്ത് അയ്യോ, പ്രത്യേകിച്ച് മാർത്തവക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരനാണെങ്കിൽ എൻ്റെ സഭയ്ക്കപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജ്വരം വരും. അങ്ങനെ പറയുന്നവനെ ഞാൻ ആളിപ്പിച്ചു എന്ന വിധത്തിൽ നിൽക്കുകയാണ്. ഇതൊരു സങ്കുചിതമായ മനുഷ്യത്വത്തിൻ്റെ കണികയില്ലാതെ അഹങ്കാരം കൊണ്ട്, ഉള്ളിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട്, ഉപരിപ്ലവമായ ചിന്തകൾ കൊണ്ട് മാത്രം ജീവിച്ചു വന്ന ഒരു ജനം ഇപ്രകാരമുള്ള കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ പേരിൽ. സർവ്വലോകത്തെയും ഉൾക്കൊള്ളുവാനും മനുഷ്യജാതിയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സ്വയത്തെ കാൽവറിയിൽ അർപ്പിച്ച യേശുവിൻ്റെ പേരിൽ ഇപ്രകാരമുള്ള കൊരങ്ങത്തരം കോമാളിത്തരം കളിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? ഇനിയും ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഓർമ്മിച്ച് നിർത്താൻ പോകും. ശ്രീ ബുദ്ധനെ പറ്റി ഞാൻ വളരെ താല്പര്യത്തോട് വായിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു രാജാവിൻ്റെ മകനായിരുന്നു, രാജകുമാരനായിരുന്നു, രാജാവായി വാഴേണ്ട ആളാണ്. പക്ഷേ മനുഷ്യൻ വിഭാവന ചെയ്ത രാജ്യത്തിൻ്റെ രാജാവല്ല, മനുഷ്യരാശിയുടെ രാജാവായി തീരുവാനാണ് ഒരു രാത്രി അദ്ദേഹം ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച്, കൊട്ടാരത്തിൻ്റെ എല്ലാവിധമായ സുഖത്തെയും ഭദ്രതയും ഉപേക്ഷിച്ച് കടന്നുപോയത്. അതിൻ്റെ ഫലം, അതിൻ്റെ വെളിച്ചം ഇപ്പോഴും മനുഷ്യരാശി അനുഭവിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യരാശിക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. സ്വയത്തിൻ്റെ ഈ പിടിമുറുക്കത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ യേശുവിനെ പോലെ ചിന്തിക്കുവാനോ ദൈവികമായ ഒരു നിലപാട് അല്പമെങ്കിലും സ്വീകരിപ്പാനോ നമുക്ക് സാധ്യമല്ല. അനുഭവത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ജീവൻ പണയപ്പെടുത്തി ചില മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്കിടയായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, അനുഗ്രഹം എന്ന് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതികമായി എനിക്ക് ഭീമമായ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഭീമമായ നഷ്ടം. ഇത് മാത്രവുമല്ല, ആ നഷ്ടങ്ങളിൽ ഒന്നാണ് എന്നെ കാണുമ്പോൾ ക്രിസ്ത്യാനികൾ ഇപ്പോൾ വിരണ്ട വാല് എവിടെയോ ചുരുട്ടി വെച്ച് ഓടുന്നത്. അതിനെപ്പറ്റിയും റെനോൺ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വയത്തിൻ്റെ താല്പര്യത്തിൽ നിന്ന് അതീതമായി ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ആരും ഉൾക്കൊള്ളാറില്ല. അത് യേശു പറഞ്ഞിട്ട് ഒരു പ്രവാചകനും അവൻ്റെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യം അല്ല. പ്രവാചകരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു സ്വഭാവമാണ് പ്രത്യേകിച്ച് മതഭ്രാന്തന്മാർക്കുള്ളത് എന്നത് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുന്ന ആരെയും ജനം സഹിക്കുകയില്ല. ജനത്തിൻ്റെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന ഒരുത്തരെയും ജനം സഹിക്കുകയില്ല, പൊറുക്കുകയില്ല, സ്വീകരിക്കുകയില്ല എന്ന് ഏർണസ്റ്റ് റെനോൺ ഇതേ പുസ്തകത്തിൻ്റെ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഇപ്പോൾ ഓർക്കാത്തത് കൊണ്ട് ആ ഭാഗം എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഏതായാലും
യേശു പറയുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല. ക്രിസ്ത്യാനികൾ പ്രത്യേകമായി എല്ലാ ദിവസവും രാവിലെ ഇത് ഉരുവിട്ടുകൊണ്ടാണ് കട്ടിൽ നിന്ന് വെളിയിലേക്ക് വരേണ്ടത്. വലതുകാല് ചവിട്ടി വരുമ്പോൾ ആദ്യം പറയേണ്ടത് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല. എന്നാൽ പിന്നെ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് സമകാലീന പ്രശ്നങ്ങളോടും അവസ്ഥകളോടും വെല്ലുവിളികളോടും പ്രതികരിക്കാൻ ക്രിസ്ത്യാനിക്ക് ആത്മീയമായ ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അങ്ങ് കൈവിട്ടു പോയത് കൊണ്ട് മാത്രം ചിന്തകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. എവർക്കും എൻ്റെ നമസ്കാരം.